നമസ്കാരം, സുഹൃത്ത് സാറാണ്. നമ്മൾ പ്ലസ് ടു സേക്കാർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ക്വസ്റ്റൻ ആണ്. കണ്ടപ്പോൾ മനസ്സിലായി, ഡിഫറൻസിയേഷൻ ആണ്. ഇത് പാരാമെട്രിക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ്, എപ്പോഴും എക്സാം ചോദിക്കുന്നതാണ്. നമുക്ക് ഇതേപോലെയുള്ള ക്ലാസ് ഉണ്ട്. ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. Find dy by dx when x is 8t raised to 4 and y equal to 8t square. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതുക. y x equal to 8t raised to 4. അവിടുന്ന് dx by dt യെ കണ്ടുപിടിക്കണം. t യിലായതുകൊണ്ട് കേട്ടോ a ഇങ്ങ് മാറ്റി കോൺസ്റ്റന്റ് t raised to 4 4tq എന്നാണ്. nx raised to n minus 1. ആൻസർ 4atq. നെക്സ്റ്റ് y എടുത്ത് എഴുതണം 2at സ്ക്വയർ. അവിടുന്ന് dy by dt ചെയ്യുമ്പോൾ 2a കോൺസ്റ്റന്റ് മാറ്റി t സ്ക്വയറിന്റെ 2t. ആൻസർ 4at എന്ന് കിട്ടി. 2 into 2 480. ഓക്കെ, നമുക്ക് വേണ്ടത് ആരാ? dy by dx അല്ലേ വേണ്ടത്. dy by dx വേണമെങ്കിൽ ഈ dy by dt പിടിച്ച് മണ്ടയ്ക്ക് എഴുതുക. ഈ dx by dt ആയ 4atq താഴെ എഴുതുക. 4a 4a ക്യാൻസൽ. t by t ക്യൂബ് കട്ട് ചെയ്യുമ്പോൾ 1 by t സ്ക്വയർ. ഗുഡ് ബൈ.